കോഴിക്കോട് ചെരണ്ടത്തൂർ MHESൽ റാഗിംഗ്. 1ാം വർഷ ബികോം വിദ്യാർത്ഥിക്ക് സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനത്തിൽ ഗുരുതര പരിക്കുണ്ട്. സംഭവത്തിൽ ഒരു വിദ്യാർത്ഥിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആയഞ്ചേരി സ്വദേശിയുടെ ഇടതു കൈഞ്ഞരമ്പുകൾ അറ്റു എന്നുള്ള ഒരു വിവരമാണ് വരുന്നത്. ആദ്യം ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ഇംതിയാസ് കരീമുണ്ട് വിശദാംശങ്ങളുമായി. ഇംതിയാസ്, റാഗിംഗ് എന്നുള്ള ഒരു പേര് കൊണ്ട് ഇതിനെ നിസ്സാരവൽക്കരിച്ച് കാണാൻ സാധിക്കുന്നില്ല. കാരണം ഈ മർദ്ദനമേറ്റ ഗുരുതര പരിക്കേറ്റ ആ കുട്ടിയുടെ കൈഞ്ഞരമ്പുകൾ അറ്റു എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇത്തരമൊരു ആക്രമണം ഉണ്ടാകുന്നത്? ഷർട്ടിന്റെ ബട്ടൺ ഇട്ടില്ല എന്നുള്ള കാരണം പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യം, പിന്നീട് ഒരു വിദ്യാർത്ഥിയെ മാത്രം പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഇതൊരു കൂട്ടയടിയല്ലേ? അപ്പോൾ ഒരാൾ മാത്രം പോലീസിന്റെ കസ്റ്റഡിയിലാകുന്നതും എങ്ങനെയാണ്? അനശ്വര, തീർച്ചയായിട്ടും ഒരു റാഗിംഗ് എന്ന ഒരു കള്ളിയിൽ നമുക്കിതിനെ ഒതുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് കാര്യം. കോഴിക്കോട് ചെരണ്ടത്തൂർ MHES എന്ന കോളേജിലാണ് ഇങ്ങനെയൊരു സംഘർഷം ഉണ്ടാവുന്നത്. അതായത് 1ാം വർഷ ബികോം വിദ്യാർത്ഥിയാണ് ഇത്തരത്തിൽ മർദ്ദനത്തിന്, സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനത്തിന് ഇരയായിട്ടുള്ളത്. ആ മർദ്ദനത്തിൽ ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. ചുണ്ടുകൾക്ക് വലിയ രീതിയിൽ മുറിവ് പറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞരമ്പ് അറ്റ അവസ്ഥയിലുമാണുള്ളത്. ഉടനെ തന്നെ ചികിത്സയിൽ പ്രവേശിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇതിന്റെ കാരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഷർട്ടിന്റെ ബട്ടൺ ഇട്ടില്ല. 1ാം വർഷ വിദ്യാർത്ഥികൾ വരുമ്പോൾ അവർ ഷർട്ടിന്റെ മുകൾ ഭാഗത്തെ ബട്ടൺ ഇട്ടില്ല എന്നുള്ളതാണ് ഈ സീനിയർ വിദ്യാർത്ഥികൾ കണ്ടെത്തിയ ഒരു തെറ്റ്. അത് ചോദ്യം ചെയ്യുന്നു. അങ്ങനെ ബട്ടൺ ഇടാൻ വിസമ്മതിച്ചപ്പോൾ ഇവർ തമ്മിൽ വാക്കുതർക്കമാവുന്ന വാക്കുതർക്കം പിന്നീട് കൂട്ടം ചേർന്ന്, സീനിയർ വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന് ഒരു വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്നു എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയത്. എന്തായാലും ഇതേ തുടർന്ന് ഈ സംഘർഷത്തിൽ ഏർപ്പെട്ട കുട്ടികളെയെല്ലാം കോളേജിൽ നിന്ന് കോളേജ് പ്രിൻസിപ്പൽ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം 3 വിദ്യാർത്ഥികളെയാണ് ഈ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്. അതിൽ ഒരു വിദ്യാർത്ഥിയെ ഇപ്പോൾ 18 വയസ്സ് തികഞ്ഞ വിദ്യാർത്ഥി തന്നെയാണ്. ഒരു വിദ്യാർത്ഥിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മറ്റു 2 പേരുടെ കാര്യത്തിലുള്ള ബാക്കി അന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ് എന്നാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ കുട്ടിയുടെ, ഈ പരിക്കേറ്റ മർദ്ദനമേറ്റ കുട്ടിയുടെ രക്ഷിതാക്കൾ ഇപ്പോൾ കാര്യമായി പരാതിയും പോലീസ് നൽകിയിട്ടുണ്ട്. ബാക്കി തുടർ അന്വേഷണങ്ങളിൽ നിന്നായിരിക്കും ബാക്കി നടപടികൾ ഉണ്ടാവുക എന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ശരി, ഇംതിയാസ് കരീമാണ് വിശദാംശങ്ങൾ നൽകിയത്.